നോക്കി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ഇത് പഴയ കാലത്ത് നിറനാഴി എന്താ പറയുക എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനിങ്ങനെ റോഡിൽ കൂടെ പോയ സമയത്ത് ഞാൻ കണ്ടതാണ്. ഇവിടെ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പല വലുപ്പത്തിലും. നോക്കിയാ അത് കണ്ടോ, ഭയങ്കര ചെറുതായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വഴി കൂടി ഇങ്ങനെ പോയപ്പം കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. രണ്ട് ഈ അപ്പച്ചനാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ചെറിയൊരു റൂം പോലൊരു സെറ്റപ്പിനകത്താണ് ഇത് ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിക്കാവേ. വാ, പേരെന്തോ അപ്പച്ചന്റെ? രാജപ്പൻ. രാജപ്പൻ. ഇത് ഒരുപാട് നാളായിട്ട് ചെയ്യുന്നുണ്ടോ? ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടോ? 25 വർഷമായിട്ട് ചെയ്യാണ്. 25 വർഷമായിട്ട് ചെയ്യണം കേട്ടോ. ഇത് കൈകൊണ്ട് തന്നെയാണോ ചെയ്യുന്നത്? കൈപ്പണിയാണോ? കൈകൊണ്ട് തന്നെ കൊത്തിയെടുക്കാം. നമുക്ക് ഒരെണ്ണം ചെയ്ത് കാണിക്കാവോ എല്ലാരെയും? നമുക്ക് അപ്പച്ചൻ ചെയ്ത് കാണിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. നമുക്ക് കാണും പറയാൻ പറ്റും. നിങ്ങളിത് കണ്ടിട്ടില്ലേ? പണ്ടത്തെ വീടുകളിലൊക്കെ നമ്മളിത് കാണുന്നതാണ്. ഇത് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഇതിലിപ്പം മഞ്ഞൾ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞളാണ് പുരട്ടി വെച്ചിരിക്കുന്നത്. കയ്യിൽ കാണാം. ഈ അപ്പച്ചൻ അത് ഉണ്ടാക്കുന്ന വീഡിയോസ് കാണിച്ചു തരാവേ. ഇങ്ങനെ ഉളി കൊണ്ട് അടിച്ചിട്ടാണ് ഇത് ചെയ്യുക. ഉളി കൊണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഇങ്ങോട്ട് നോക്കി കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി അപ്പച്ചത്താണ്ട് നല്ല നീറ്റായിട്ട് ഒരെണ്ണം ഇരിക്കുന്നുണ്ടാ. ഞാൻ എടുത്തോണ്ട് വരാം. നല്ല നീറ്റായിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കി, നല്ല നീറ്റ് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കളറൊക്കെ അടിക്കണമായിരിക്കും, അറിഞ്ഞുകൂടാ. ഭംഗിയുണ്ടാ? നല്ല രസമില്ലേ? വരയൊക്കെ ലൈനൊക്കെ ചെയ്ത് നല്ല രസമുണ്ട്. വാ, നമുക്കിത് കാണാം. അപ്പച്ചൻ എന്താ ചെയ്തതെന്ന് നോക്കാം. പണി എത്ര സമയം എടുക്കും? ഒരെണ്ണം ഒരു 4 മണിക്കൂറല്ലേ ഉള്ളൂ. 4 മണിക്കൂർ എടുക്കില്ലേ ഒരെണ്ണം പണിയാൻ വേണ്ടി? ഒരു ദിവസം 2 എണ്ണം തീരത്തുള്ളൂ. ഒരു ദിവസം 2 എണ്ണം തീരില്ലേ? 2 എണ്ണം ഞാൻ കാണിച്ചോട്ടെ. അപ്പച്ചൻ എത്ര രൂപ കിട്ടും ഇതിനകത്തുനിന്ന്? നമുക്ക് 2 എണ്ണം ചെയ്യുമ്പോ 200 രൂപ. 2 എണ്ണം ചെയ്യുമ്പോ 200 രൂപ. നമുക്കിത് എങ്ങനെ ഇവിടെ വന്ന ആൾക്കാർ മേടിക്കുവാണോ ചെയ്യുന്നത്? അതോ അപ്പച്ചൻ അവിടെ കൊണ്ട് കൊടുക്കുവാണോ? ഇവിടെ വരും, കടയിൽ കൊണ്ട് കൊടുക്കും. കടയിൽ കൊടുക്കും, ഇവിടെയും വരും അല്ലേ? ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പണ്ട് നമ്മൾ ഈ എന്താ പറയാ അരി അടച്ചിടുന്ന പലകയാണ്. ഇവിടെ വന്നപ്പോ എനിക്ക് ഇതൊക്കെ ഓർമ്മ വന്നു. വീട്ടിലൊക്കെ പണ്ട് കണ്ടതാ ഇതൊക്കെ. പണ്ട് ഇപ്പൊ നമുക്ക് അങ്ങനത്തെ സിസ്റ്റം ഒന്നല്ല, ഒക്കെ മാറി. പക്ഷെ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് നല്ലത്, സേഫ് ഇതാണ് അല്ലേ? അപ്പൊ ഇതും ചെയ്യല്ലേ. ഇതിന് അപ്പച്ചന് എത്ര രൂപ കിട്ടും? 100 രൂപ. ഇതിൽ ഒരെണ്ണം ചെയ്യുമ്പോൾ അപ്പച്ചന് 100 രൂപയെ കിട്ടത്തുള്ളൂ. ഇതിലാവുമ്പം 2 എണ്ണം ചെയ്യുമ്പോൾ 200 രൂപയൊക്കെ കിട്ടും. അപ്പൊ നമുക്കൊന്ന് കാണാം. ചെയ്തോ അപ്പച്ച? ഇത് ഒരുപാട് സമയം, ഒരു ദിവസം 2 എണ്ണം. എന്തോ ഓക്കെ. ഇതിപ്പം ഒരു ദിവസം അപ്പച്ചൻ 2 എണ്ണം ചെയ്യുമെന്നാ പറഞ്ഞത്. ഒരു ദിവസം 2 എണ്ണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒരു ഇതിനെന്തായിരുന്നു പേരെന്തായിരുന്നു വെച്ചാ? ചങ്ങഴി. ഓക്കെ. ചെറുത് നാഴിയും ഇത് ചെങ്ങഴിയും. എന്ത് തടി ഉപയോഗിക്കുന്നത്? പ്ലാവൻ തടി. ഇതാണ് നാഴി. ഇതാണ് ഉപയോഗിക്കുന്നില്ലേ? ഇതിനെന്താ വില കിട്ടും? 200 രൂപ കിട്ടും അല്ലേ? പണിയുണ്ട് കേട്ടോ. നല്ല ടൈം എടുത്ത് ചെയ്യുന്നതാണ്. എത്ര വർഷം എന്ന് പറഞ്ഞ ചെയ്തെന്ന്? 25 വർഷം കൊണ്ട്. ഈ പറയുന്ന നാഴി ഇതും അടപ്ലാവ മാത്രമേ ചെയ്യുന്നുള്ളൂ? വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതാ നോക്കിയേ, ഇതെല്ലാം പറയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അകം ഇങ്ങനെയാണ് ഇരിക്കുക. പുറത്ത് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടാണുള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം പറയാണ് കേട്ടോ. ഇതെല്ലാം പല ടൈപ്പ് ഓഫ് പറയാണ്. ഇതിപ്പോ നമ്മള് കണ്ടില്ലേ അകത്ത്. എന്തായിരുന്നു ഇതിന് പറഞ്ഞത്? ഇതെന്തിന്റെ പേര്? ചെങ്ങഴി. ഓക്കെ, ചെങ്ങഴി. ഇത് പറയാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ എല്ലാം ഇരിക്കുന്നത് പറയാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമേനിമാരിരുന്ന് പൂജ ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ആവണിപ്പലക. ഓക്കെ, ആവണിപ്പലക. ഇത് ദഫ് മുട്ട്.
ആ ഓക്കെ 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 കൊള്ളാല്ലേ? ഓക്കെ ഓക്കെ അതിവിടെ ചെയ്യുന്നില്ലേ? എല്ലാം ഇവിടെ ചെയ്യുന്നേ അല്ലേ? അപ്പച്ച അതൊന്ന് പറഞ്ഞു തരുത് എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇനി അടുത്ത് രണ്ടു തവണ ഇത് പുറത്തിറക്കുക. ആ രണ്ടു ടൈപ്പ് ഈ പുറത്തോട്ട് കൊണ്ടുപോവാ. ആ ചെറുത് കൊടുത്തു നീ അമ്മ. അപ്പച്ച ചോദിക്കാം. ഓക്കെ ഓക്കെ അവിടെ പിടിച്ചു. ഓ അത് മതി. കാണിച്ച് ദേ ഇത് ശരിക്കും നമ്മള് ഇങ്ങനെ ദഫ്മുട്ട് പോലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നതാണെന്നാ പറഞ്ഞത്. ഈ ശബ്ദം കേൾക്കാൻ പറ്റും, കണ്ടോ? ആ ഗഞ്ചറ ഗഞ്ചറ. ഇതും എന്തിന്റെ തടിയാ? പ്ലാവിന്റെ തടി തന്നെയാണ്. പ്ലാവിന്റെ തടി. ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നേ? വായിക്കാൻ വേണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ ഇത് അമ്പലങ്ങളിലേക്കൊക്കെയാണോ സാധാരണ കൊടുക്കാറ്? എല്ലാരും വാങ്ങിക്കും, ഈ പച്ചനിക്ക് പോകുന്നവരൊക്കെ മേടിക്കും. ഓക്കെ ഓക്കെ. ഒന്ന് കൊട്ടി കഴിപ്പിക്കാവോ? ഞങ്ങൾ രണ്ടുപേരൂടെ ഒരുമിച്ച് കൊട്ടി ഇവിടെ. കൊള്ളാല്ലേ? നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കണമെങ്കിൽ ഇത് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവോ? സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ അവർക്ക്. എങ്ങനെയാ ഇവിടെ വന്ന് എങ്ങനെയാ? അപ്പച്ചന് നേരിട്ടല്ലേ ഇത് മേടിക്കാൻ പറ്റുക? അപ്പച്ചന് ഇത് അയച്ചു കൊടുക്കുവോ? അയച്ചൊക്കെ കൊടുക്കുവോ? ഇല്ല ഇല്ല ഇല്ല. അപ്പം സ്ഥലം പറയാവോ? സ്ഥലപ്പേരൊക്കെ ഒന്ന് പറയാവോ? ഇത് പിന്നെന്താ? പറ. ഏതാ സ്ഥലം? ചാവടി ജംഗ്ഷൻ. ചാവടി ജംഗ്ഷൻ. ആ താമരക്കുളം. താമരക്കുളം. കൊല്ലമാണോ ആലപ്പുഴയാണോ? പത്തനംതിട്ട. ആലപ്പുഴ. ആലപ്പുഴ ജില്ല, ചാവടി ജംഗ്ഷൻ. ഓക്കെ. അപ്പൊ നമ്പർ ഉണ്ടോ? ഫോൺ നമ്പർ പറയാവോ? കാണാതെ ഒന്ന് പറയാവോ? ആ പറഞ്ഞോ. അപ്പച്ചൻ അത്യാവശ്യം നല്ല ഏജ് ആയിട്ടുള്ള അപ്പച്ചനാട്ടോ. തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പറയട്ടെ? പറഞ്ഞോ. 79 79 02 02 71 71 22 22 57 57. ഓക്കെ ഓക്കെ. അതിന്റെ പേരെന്ത് വരുന്നത്? രാജപ്പൻ. രാജപ്പൻ. ഓക്കെ. എനിവേ എഴുന്നേറ്റ് നിന്നോ അപ്പച്ച. ഓക്കെ. നമ്മള് പറ കണ്ടില്ലായിരുന്നു. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാൻ വേണ്ടി പോവാണ്. ബാ ഇതാണ്ട് ഇതെല്ലാം പണി തീർത്ത് വെച്ചിരിക്കുന്ന പറകളാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഒരു പറ നിർമ്മിക്കാൻ അപ്പച്ചന് എത്ര ദിവസം വേണ്ടി വരും? 3 ദിവസം. ഒരെണ്ണം നിർമ്മിക്കാൻ 3 ദിവസം എടുക്കും. ഈ ഒരു ഒറ്റ പറ നിർമ്മിക്കാനായിട്ട് 3 ദിവസം എടുക്കും. അപ്പച്ചൻ ഇതിനകത്ത് കിട്ടുന്ന എന്താ എത്ര രൂപ നമുക്ക് ഇതിന് കൊടുക്കും? എത്ര രൂപയ്ക്കാ കൊടുക്കുന്നേ? 5000 രൂപയ്ക്ക് കൊടുക്കും. ഓക്കെ ഓക്കെ. വേറെ മേശരി ഉണ്ട്. ഓ അപ്പച്ചൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്? അല്ല. ഓക്കെ. ആ ഓ ശരി ശരി. നിങ്ങൾ രണ്ടുപേരും കൂടാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമ്മളപ്പം എനിക്ക് പറ്റത്തില്ല. വെയിറ്റാ. നല്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പ്ലാവിന്റെ കാതലല്ലേ? എത്ര വർഷം വരെ നിൽക്കുന്നത്? അത് തലമുറ കാലം അങ്ങ് നിന്നോളൂ. പ്രശ്നം വരും. ഓക്കെ. ഇതിന് ഡാമേജസ് ഒന്നും വരത്തില്ല എത്ര കാലം. കാരണം നമുക്ക് അറിയാൻ പറ്റും എന്താ. നമ്മളും കണ്ടിട്ടുള്ളതല്ലേ ഈ പഴയ വീടുകളിലൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ പഴയ നാഴികളും നിറനാഴികളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്തെടുക്കുന്നത്. നല്ല എഫേർട്ട് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഇമാതിരി ഒക്കെ ആക്കി എടുക്കുന്നത്. ഒരു തടി ചുമ്മാ ഇങ്ങനെ ആവില്ലല്ലോ. നല്ല രീതിയിൽ പണിഞ്ഞിട്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ആക്കി എടുക്കുന്നത്. അത് മാത്രമല്ല വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. നമ്മളൊരു തടി കിട്ടുമ്പോഴേ ഈ ഒരു ഷേപ്പിലേക്കൊക്കെ ആക്കി മാറ്റാനുള്ള ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഇങ്ങനെ ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് കൊത്തി 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 എടുത്തെടുത്താണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. അത്യാവശ്യം നല്ല എഫേർട്ട് ഉള്ളൊരു പരിപാടിയാണ്. പിന്നെ അപ്പച്ചന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. ഇത് എങ്ങനെ റൗണ്ട് ആക്കി എടുക്കുന്നത്? ഉളിക്ക് റൗണ്ട് ആക്കി എടുക്കൂലേ? അതെന്തോ ഇല്ലിരിക്കുന്നത്? അത് മെഷീൻ അത് കയറ്റി കടയുന്നേ. ഓ ഈ പുറത്ത് റൗണ്ട് ആക്കി എടുക്കുന്നത് അതിനകത്തല്ലേ? അതല്ലേ? ഓക്കെ ഓക്കെ. അപ്പച്ചനെ എന്നോട് സംസാരിക്കാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. ചോദിക്കുന്ന മറുപടി വരുന്നില്ല. ഇതാണ് സംഭവം. ഇതിന്റെ റൗണ്ട് ആക്കുന്ന പറയുന്നതാ ഇല്ല കാണുന്നേ.
കാരണം ഇതിനകത്താണ് റൗണ്ട് ആക്കി എടുക്കുന്നത് കേട്ടോ. ഇത് ഉപയോഗിച്ച റൗണ്ട് ആക്കി എടുക്കുന്നത്. ഇതെല്ലാം പണ്ട് എങ്ങനെ ഉപയോഗിക്കുന്ന അതേ കണക്ക് തന്നെ, അല്ല മെഷീനൊന്നും അല്ല കേട്ടോ. എല്ലാം കൈപ്പണിയാണ്, എല്ലാം കൈ കൊണ്ടുള്ള പണികളാണ്. ഈ കാണുന്ന ഇതൊക്കെയാണ് ഉള്ളിയും പൂളും ഒക്കെ ഇതൊക്കെ കേട്ടോ. അപ്പച്ചന് എന്തോ പറയണമെന്ന് അറിയാൻ വയ്യ. ആള് ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുക. പണിയോ ഇരുന്നോ, ഇത് പണിയോ, നീ എടുക്കണം. അത് പണി, ബാക്കി എടുത്തോളാം. നമുക്ക് കുറച്ചു നേരം ഇത് പണിന്ന് കണ്ടോണ്ടിരിക്കാം. ഓക്കെ, അന്നേരം ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട്. നേരിട്ട് വന്ന് വാങ്ങണം. അപ്പച്ചന് ഡെലിവറി ഒന്നും ഇല്ല, നേരിട്ട് വന്ന് കണ്ട് വാങ്ങാൻ. ഞാൻ നേരത്തെ ഒന്നുകൂടെ നമ്പർ കാണിച്ചു തരാം. ഇതാണ് അപ്പച്ചൻ്റെ നമ്പർ കേട്ടോ. ഈ തൊട്ട് താഴെ കാണുന്ന നമ്പറാണ്. ഇതാ ഈ കാണുന്നത് കേട്ടോ, 79 02 71 22 57. ഇതാണ് നമ്പർ കേട്ടോ. ഈ വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് കണ്ട് വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ എവിടേക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും നമ്മൾ ആക്റ്റീവ് ആണ്. അപ്പൊ എല്ലാത്തിലും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തും കൂടെ. ഓക്കെ.